ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ SSLC ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1 ചാപ്റ്റർ 2 ആണ് നോക്കുന്നത്. എവറി ഹ്യൂമൻ ബീങ് ഡിസേർവ്സ് ടു ബി ഫ്രീ. എല്ലാ ഹ്യൂമൻ ബീങ്ങും ഫ്രീ ആയിട്ട് ജീവിക്കാൻ അർഹതയുള്ളവരാണ് അല്ലേ? ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. അതുപോലെ തന്നെ അവർ നല്ല റെസ്പെക്റ്റ് ഒക്കെ കിട്ടി ജീവിക്കണം എന്ന് ഉള്ളവരാണ് ഓരോ ഹ്യൂമൻ ബീങ്സും. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കുള്ള എല്ലാ സ്ഥലത്തുമുള്ള ഹ്യൂമൻ ബീങ്സിന്റെ അവകാശമാണ്. ബട്ട് ഇൻ ദ വേൾഡ് വി ലിവ് ഇൻ, പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡിനൈഡ് ദീസ് ബേസിക് റൈറ്റ്സ്. മില്യൺസ് ഓഫ് ആളുകൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളൊന്നും കിട്ടാതെയാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ ഒരു പേര് നമുക്ക് തന്നിട്ടുണ്ട്. ആ പേര് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വാഡിസ്വാഫ് സ്വീൽമാൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, വാഡിസ്വാഫ് സ്വീൽമാൻ. ഇതൊരു പോളണ്ട് ഒരു നെയിമാണ്, പോളിഷ് നെയിം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊനൗൺസിയേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് വാഡിസ്വാഫ് സ്വീൽ എന്നുള്ളത് ഷ്, അതായത് SZ എന്ന് പറയുമ്പോൾ ഷ് സൗണ്ട് കൊടുക്കണം. ഓക്കെ, അതായത് ഷ്പീൽ മാൻ എന്ന് വരും, ഷ്പീൽ മാൻ. ഓക്കെ, നമുക്ക് നോക്കാം. വാഡിസ്വാഫ് ഷ്പീൽ മാൻ, എനിക്ക് തന്നെ പറയുമ്പോൾ തെറ്റുപോവാണ്. ഓക്കെ, A pianist and a composer was a Polish Jew. അപ്പോൾ ഈ വർക്ക് എഴുതിയിരിക്കുന്ന, ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്ന ആള് ഒരു പിയാനോ വായിക്കുന്ന ഒരാളാണ്, അതേപോലെ ഒരു കമ്പോസർ കൂടിയാണ്. പോളിഷ് ജ്യൂ എന്ന് പറഞ്ഞാൽ ജൂതന്മാരിൽ പെട്ട ഒരാളാണ് ഇദ്ദേഹം. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ ദ ഗെറ്റോ. അദ്ദേഹത്തിന് എന്താ പറയുക, ഗെറ്റോയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഗെറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി ആളുകൾ ജീവിക്കുന്നത്, അതായത് ഇപ്പോൾ സോഷ്യൽ പ്രഷറൊക്കെ ഉള്ളത് കൊണ്ട്, ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് ജ്യൂസ് ഒക്കെ പണ്ട് ജീവിച്ചിരുന്ന ഒരവസ്ഥ, ഗെറ്റോ. ഓക്കെ, സിറ്റിയുടെ ഒരു സ്ഥലമാണ്, അതായത് ജ്യൂസ് ഒക്കെ ജീവിച്ചിരുന്ന ഒരു സ്ഥലം. എ ഡിസ്മൽ പ്ലേസ് മെന്റ് ഫോർ ജ്യൂസ് എലോൺ. അതായത് ഡിസ്മൽ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഗ്ലൂമി, ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതം, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അത് ജ്യൂസിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ജൂതന്മാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്തിനെയാണ് ഗെറ്റോ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ജ്യൂസ് വെയർ ദെൻ സെന്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. അതിനുശേഷം കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലേക്ക് അവരെ അയക്കും. വെയർ ദേ വെർ ടോർച്ചേർഡ്. അവരെ അവിടെ ഉപദ്രവിക്കും. ആൻഡ് ദെൻ ടു ഗ്യാസ് ചേമ്പേഴ്സ്. അതിനുശേഷം ഗ്യാസ് ചേമ്പേഴ്സിലേക്ക് കൊണ്ടിടും. എന്തിനാണ്? വെയർ ദേ വെർ കിൽഡ് എൻ മാസ്. അവിടെ വെച്ചിട്ട് ഇവരെ കൊന്നുകളയും. എൻ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കൂടി ഗ്രൂപ്പായിട്ടാണ് കൊല്ലുന്നത്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് സ്പിൽമാൻസ് ഡെസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിങ് ദ വാർ. അദ്ദേഹം വാറിൻ്റെ സമയത്ത് ജീവനോടെ ഇരിക്കാനുണ്ടായ ഒരു സ്ട്രഗിളിനെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് തന്നെ ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇൻ ദി ആറ്റിക്. അപ്പോൾ ആറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറം എന്നൊക്കെ പറയില്ലേ, വീടിൻ്റെ മുകളിൽ തട്ടിൻപുറം ഉണ്ട്. ഇപ്പോൾ കുറവാണ്, പണ്ടൊക്കെ എപ്പോഴും നമുക്ക് പഴയ വീടുകളിൽ കാണാമായിരുന്നു അല്ലേ? സോ അവിടെയാണ് ആറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഐ സ്ലംഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. സ്ലംഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് വീഴുക എന്നൊക്കെ പറഞ്ഞാലാണ് സ്ലംഡിൻ്റെ മീനിങ്. സോ ഐ സ്ലംഡ് ഓൺ ദ ചെയർ ബൈ ദി ലാഡർ ഡോർ. ലാഡർ എന്ന് പറഞ്ഞാൽ ഒരു ഈ മറ്റേ നമ്മൾ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോർ റൂം എന്നൊക്കെ പറയില്ലേ, സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു റൂം, ലാഡർ. ഓക്കെ, അപ്പോൾ സ്റ്റോർ റൂമിൻ്റെ ഡോറിൻ്റെ അടുത്തുള്ള ഒരു ചെയറിലേക്ക് പെട്ടെന്ന് വന്ന് വീണു, പെട്ടെന്ന് വന്ന് ഇരിക്കുകയാണ്. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി ഡു വാട്ട് യു ലൈക്ക് ടു മീ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഡു വാട്ട് യു ലൈക്ക് ടു മീ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നോട് ചെയ്യുക. ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ, ഞാൻ ഇവിടുന്ന് അനങ്ങാൻ പോകുന്നേയില്ല. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദി ഓഫീസർ സെറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ആയിട്ടൊരു ഓഫീസർ, അടുത്തൊരു ക്യാരക്ടർ ഓഫീസറാണ്. ഓഫീസർ പറയാണ്, എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ടൊരു ഉദ്ദേശം ഇല്ല. ദെൻ ഹി ആസ്ക്ഡ് മീ. അത് കഴിഞ്ഞിട്ട് ഈ ഓഫീസർ ചോദിക്കുകയാണ്, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്,
അപ്പോൾ നമ്മുടെ സ്പിൽമാൻ ആണ് ഇതിലെ നറേറ്റർ. അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നറേറ്ററിനോട് ഓഫീസർ ചോദിക്കുകയാണ്, നിങ്ങൾ ജീവിക്കാൻ എന്താ ചെയ്യുന്നതെന്ന്. ഐ എം എ പിയാനിസ്റ്റ്. മറുപടി എന്താണ്? ഞാനൊരു പിയാനിസ്റ്റാണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. അപ്പോൾ ഓഫീസർ ക്ലോസ് ആയിട്ട് അദ്ദേഹത്തെ നോക്കി. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു ദി അതർ റൂം. അദ്ദേഹം എന്നെ ക്ലോസ്ലി നോക്കി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നോട്ടം വേറൊരു മുറിയുടെ ഡോറിലേക്കാണ് ചെന്ന് വീണത്. ആൻ ഐഡിയ സീംഡ് ടു ഹാവ് സ്ട്രക്ക് ഹിം. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ വന്നെന്ന് തോന്നുന്നു. കം വിത്ത് മീ വിൽ യു. അപ്പോൾ ആ ഓഫീസർ നമ്മുടെ നറേറ്ററിനെ വിളിക്കുകയാണ്, എൻ്റെ കൂടെ വരൂലേ എന്ന് ചോദിക്കുകയാണ്. വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം വെയർ എ പിയാനോ സ്റ്റുഡ് ബൈ ദ വോൾ. അടുത്ത മുറിയിലേക്കാണ് ചെന്നത്. അവിടെ ഒരു പിയാനോ ഉണ്ടായിരുന്നു, വാളിൻ്റെ അടുത്ത് തന്നെ. ദ ഓഫീസർ പോയിന്റഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. ഓഫീസർ ഇൻസ്ട്രുമെൻറ്റിനെ പോയിന്റ് ചെയ്തു. പ്ലേ സംതിങ്, എന്തെങ്കിലും വായിക്ക് എന്ന് പറയണം. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. അദ്ദേഹം ഇയാളെ, ഓഫീസറിനെ, അതായത് നമ്മുടെ നറേറ്റർ ഓഫീസറിനെ ഇങ്ങനെ നോക്കുകയാണ്, എന്നിട്ട് മൂവ് ചെയ്തില്ല. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ് സിൻസ് ഹി ആഡഡ് റീഅഷ്യൂറിംഗ്ലി. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഓഫീസർ വന്നിട്ട് ഒളിച്ചു താമസിക്കുന്ന ഒരാളോട് പറയാണ് പിയാനോ വായിക്കാൻ. ശരിക്കും ഇദ്ദേഹത്തിന് ഒരു പേടിയായി. പക്ഷേ ഓഫീസർ എന്താ പറയുക, ഒരു ധൈര്യം കൊടുക്കുകയാണ്. റീഅഷ്യൂറിംഗ് എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, കംഫർട്ടാക്കുന്ന ഒരു ഇത്, കംഫർട്ടാക്കാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. പേടിക്കണ്ട, നിങ്ങൾ പ്ലേ ചെയ്തോളൂ. ഇഫ് എനിവൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ. ആരെങ്കിലും വരാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോർ റൂമിൽ, ലാഡർ എന്താ സ്റ്റോർ റൂമിൽ പോയി ഒളിക്കാം. ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെൻറ്റ് ഔട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞോളാം, ഞാനാണ് ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ നോക്കിയതെന്ന് ഞാൻ പറഞ്ഞോളാം. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷുക്ക്. അപ്പോൾ എൻ്റെ കൈ വിരലുകൾ കീബോർഡിൽ വെച്ചപ്പോൾ തന്നെ അത് വിറയ്ക്കാൻ തുടങ്ങി. ഐ ഹാഡൻ പ്രാക്ടീസ്ഡ് ഫോർ 2.5 years. 2.5 കൊല്ലമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. മൈ ഫിംഗേഴ്സ് വെർ സ്റ്റിഫ്. എൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, സ്റ്റിഫായിട്ട് നിൽക്കുമായിരുന്നു. സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അനങ്ങാതെ ഇങ്ങനെ നിൽക്കില്ലേ, വടി പോലെ നിൽക്കുന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ സ്റ്റിഫായിട്ട് നിൽക്കുമായിരുന്നു. ആൻഡ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ട്. അതേപോലെ തന്നെ കൈ നിറച്ചും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ നഖം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നഖം വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഐ പ്ലേഡ് ഷോപ്പൻസ് നോക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. അപ്പോൾ ഇതൊരു എന്താ പറയുക, മ്യൂസിക്കിലെ ഒരു നോട്ടാണ്. ഇത് അദ്ദേഹം വായിച്ചു. വെൻ ഐ ഫിനിഷ്ഡ് ദ സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് ഇയറി. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ സൈലൻസ് സീംഡ് ഗ്ലൂമി. ഗ്ലൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഡിപ്രസിങ്, ഒരു സാഡായിട്ടുള്ളൊരു സൈലൻസ് തന്നെയായിരുന്നു അവിടെ. ഗ്ലൂമി എന്ന് പറഞ്ഞാൽ സാഡ്, ഇയറി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, സ്ട്രേഞ്ച്, ഒരു പേടിപ്പെടുത്തുന്ന ഒരു സൈലൻസ് ആയിട്ട് അവിടെ ഒരു നിശബ്ദത അവിടെ തോന്നി. ഐ ഹേർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ഞാൻ താഴെ ഒരു ഒച്ച കേട്ടു. എ ഹാർഷ് ലൗഡ് ജർമ്മൻ നോയ്സ്. ഒരു ഒച്ചയിൽ ഉള്ളൊരു ജർമ്മൻ നോയ്സ്, ശബ്ദം കേൾക്കുവാണ്. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. ഓഫീസർ എന്നെ നിശബ്ദതയോടെ നോക്കി. ആഫ്റ്റർ എ വൈൽ ഹി സൈറ്റ് ആൻഡ് മറ്റേഡ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നെടുവീർപ്പിട്ടു, എന്നിട്ട് പറഞ്ഞു. ആൻഡ് മറ്റേഡ് എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നാൽ കേൾക്കാൻ പറ്റുന്ന ഒച്ചയിൽ പറയുവാണ്. ഓൾ ദ സെയിം യു ഷുഡൻറ്റ് സ്റ്റേ ഹിയർ. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്, വിൽ ബി സേഫർ ദെയർ. അതായത് നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് സിറ്റിയിൽ നിന്ന് ഒരു വില്ലേജിലേക്ക് കൊണ്ടുപോവാം, അവിടെ നിങ്ങൾ സേഫ് ആയിരിക്കും. ഐ ഷൂക്ക് മൈ ഹെഡ്. അദ്ദേഹം എന്താ പറയുക, തല ഷൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല ഇങ്ങനെ ആട്ടി. ഓക്കെ, എന്താ പറയുക, നമ്മളിങ്ങനെ തല ആട്ടില്ലേ, അത് തന്നെ. ഷൂക്ക് മൈ ഹെഡ്. ഐ കാൻ ലീവ് ദിസ് പ്ലേസ്. എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ പറ്റില്ല. ഐ സെഡ് ഫേംലി. ഞാനിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു, എനിക്കിവിടെ വിട്ടു പോകാനായിട്ട് സാധിക്കില്ല. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂയിൻസ്. ഇപ്പോഴാണ് ഓഫീസറിന് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഒളിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായത്. യു ആർ ജൂയിഷ്, ഹി ആസ്ക്ഡ്. നിങ്ങൾ ജൂയിഷ് ആണോ, ജൂതനാണോ എന്ന് ചോദിക്കുകയാണ് ഓഫീസർ. യെസ്, അദ്ദേഹം മറുപടി പറഞ്ഞു. യെസ്.
യെസ് വെൽ ഹി murmured. In that case, I see you really can't leave. ആ അപ്പോൾ അദ്ദേഹം പറയണം, അങ്ങനെയാണെന്നാണെങ്കിൽ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാനായിട്ട് സാധിക്കില്ല. വേർ ആർ യു ഹൈഡിങ്? നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇൻ ദി ആറ്റിക്. അപ്പോൾ അയാൾ റിപ്ലൈ പറയാണ്, ഞാൻ ആറ്റിക്കിലാണ്, അതായത് ഈ തട്ടിന് മുകളിലാണ് ഞാൻ ഒളിച്ച് താമസിക്കുന്നത്. ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടിസ്ഡ്. അദ്ദേഹം ആ ആറ്റിക് ഒക്കെ ഒന്ന് പരിശോധിച്ചു. എന്നിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യം അദ്ദേഹം കണ്ടെത്തി. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി അബവ് ദ എൻട്രൻസ് ടു ദി ആറ്റിക്. ഒരു ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറി, ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫിൻ്റെ സൈഡിലുള്ള ഒരു സ്പേസ് ആണത്. ഓക്കെ, സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സ്ഥലം. അവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഇദ്ദേഹം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒളിച്ചു താമസിക്കുമ്പോൾ. ദ ഓഫീസർ സെഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. ഓഫീസർ പറയാണ്, എനിക്ക് തോന്നുന്നു ഈ ഒരു ലോഫ്റ്റിൽ ഒളിച്ചു താമസിക്കുന്നതാണ് നല്ലത്. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. അതേപോലെ ഓഫീസർ ചോദിക്കുകയാണ്, എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടോ? നോ ഐ സെഡ്. ഇദ്ദേഹം മറുപടി പറഞ്ഞു, ഇല്ല. വെൽ നെവർ മൈൻഡ്, ഹി ആഡഡ് ഹാസ്റ്റിലി, ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട്, അത് മൈൻഡ് ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ ഇയാൾ പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരാം. ഓൺലി നൗ ഡിഡ് ഐ വെൻച്വർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ, ആർ യു ജർമ്മൻ? ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ചോദ്യം, സ്വന്തമായിട്ടൊരു ചോദ്യം ചോദിക്കാൻ ധൈര്യം വന്നത്. ആർ യു ജർമ്മൻ? നിങ്ങൾ ജർമ്മൻ ആണോ എന്ന് ഓഫീസറിനോട് നരേറ്റർ ചോദിക്കണം. ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ. അദ്ദേഹത്തിന് ഇതിന് മറുപടി പറഞ്ഞത് എന്താ പറയുക, ഒരു അജിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു താല്പര്യമില്ലാത്തൊരു രീതിയിൽ, ഒരു ചെറിയ കുറച്ച് നെർവസ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു താല്പര്യം ഇല്ലാത്തൊരു രീതിയിൽ പറയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ പറയാണ്. അതേപോലെ ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്, ഒരു ഇൻസൾട്ട് പോലെ ആയിപ്പോയി ആ ചോദിച്ച ചോദ്യം. അങ്ങനെ ഒരു രീതിയിൽ മറുപടി പറയാണ്, യെസ് ഐ ആം, അതെ ഞാനൊരു ജർമ്മനാണ്. ആൻഡ് അഷെയിംഡ് ഓഫ് ഇറ്റ്, എനിക്ക് അതിൻ്റെ നാണക്കേടുമാണ്. ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്, ഇപ്പോൾ നടക്കുന്ന എല്ലാം ഓർക്കുമ്പോൾ എനിക്ക് നാണക്കേടാണ്. അബ്രപ്റ്റ്ലി ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. പെട്ടെന്ന് തന്നെ, അതായത് അൺഎക്സ്പെക്റ്റഡ്ലി, പെട്ടെന്ന് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കില്ല, പറയാതെ എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്നൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അദ്ദേഹം എന്താ പറയുക പോയി. 3 days passed ബിഫോർ ഹി റീഅപ്പിയർഡ്. അദ്ദേഹം പിന്നെ വരുന്നേക്ക് മുമ്പ് 3 ദിവസം കഴിഞ്ഞിരുന്നു. അതിനുശേഷം, അതായത് 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പിന്നെ വന്നത്. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. ഈവനിങ് ആണ്, പിച്ച് ഡാർക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡാർക്ക്, ഒരിത്തിരി പോലും ലൈറ്റ് ഇല്ല. വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്, അദ്ദേഹം ഒളിച്ച് താമസിക്കുന്നതിൻ്റെ താഴെ ഒരു ശബ്ദം കേൾക്കാണ്. ഹലോ, ആർ യു ദിയർ? നിങ്ങളിവിടെ ഉണ്ടോ? യെസ് ഐ എം ഹിയർ, ഐ റിപ്ലൈഡ്. നരേറ്റർ പറഞ്ഞു, ഞാനിവിടെ തന്നെ ഉണ്ട്. സൂൺ ആഫ്റ്റർവേർഡ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് ഒരു ഹെവി ആയിട്ടുള്ള എന്തോ വന്ന് വീണു. ത്രൂ ദി പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ്. പേപ്പറിലൂടെ എനിക്ക് മനസ്സിലായത് ലോവ്സ് എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ. ആൻഡ് സംതിങ് സോഫ്റ്റ്, എന്തോ സോഫ്റ്റ് ആയിട്ട് ഉള്ളതുണ്ടെന്നും അദ്ദേഹം ഈ പേപ്പറിലൂടെ നോക്കിയപ്പോൾ തോന്നി, ഫീൽ ചെയ്തു. വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം റാപ്ഡ് ഇൻ ഗ്രീസ് പ്രൂഫ് പേപ്പർ. അപ്പോൾ ജാം ആയിരുന്നു, ബ്രെഡും ജാമും ആയിരുന്നു, ഗ്രീസ് പ്രൂഫ് പേപ്പറിൽ റാപ്പ് ചെയ്ത് പൊതിഞ്ഞ്. ഐ ക്വിക്ക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ്, വെയിറ്റ് എ മൊമെന്റ്. ഈ പാക്കേജ് വേഗം ഇദ്ദേഹം ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, വിളിച്ചു പറയാണ്, വെയിറ്റ് എ മൊമെന്റ്, ഒന്ന് വെയിറ്റ് ചെയ്യുക. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യന്റ്. വാട്ട് ഈസ് ഇറ്റ്? അപ്പോൾ ഡാർക്ക്, ഈ ഒരു ഇരുട്ടിലെ ആ ഒരു ശബ്ദം ഒരു ക്ഷമയില്ലാത്തൊരു ശബ്ദം പോലെ തോന്നി. വാട്ട് ഈസ് ഇറ്റ്? എന്താ അത്? വേഗം പറയാനായിട്ട് ഓഫീസർ പറയാം. എന്താ എന്നിങ്ങനെ ചോദിക്കണം ഓഫീസർ. ഹറി അപ്പ്, വേഗം പറയൂ. ദ ഗാർഡ് സോ മീ കം ഇൻ ഹിയർ. ഗാർഡ്സ് കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആൻഡ് ഐ മസ്റ്റ് നോട്ട് സ്റ്റേ ലോങ്. എനിക്കിവിടെ കൂടുതൽ ടൈം നിൽക്കാൻ പറ്റില്ല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. കുറച്ച് വീക്സും കൂടി ഇവിടെ തന്നെ നിങ്ങൾ ഒളിച്ച് നിൽക്ക്. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദ ലേറ്റസ്റ്റ്. വാർ സ്പ്രിംഗ് ആകുമ്പോഴേക്കും നിന്നോളൂ. ദ വോയിസ് ഫെൽ സൈലന്റ്. വോയിസ് അങ്ങനെ പെട്ടെന്ന് നിന്നു, ഒറ്റ ശബ്ദമൊന്നും കേൾക്കാതെ. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദെയർ.
ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ. എനിക്കറിയില്ല, നറേറ്റർ പറയാണ് ഓഫീസർ പോയോന്ന് എനിക്കറിയില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണെന്ന് അറിയില്ല. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗൈൻ. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓഫീസർ പറയാണ് യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ? നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, കേട്ടോ പറഞ്ഞതെന്ന് ചോദിക്കണം. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്, കുറച്ച് ദേഷ്യത്തിൽ ഹാർഷായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വെർ ഗിവിങ് ആൻ ഓർഡർ, ഒരു ഓർഡറൊക്കെ കൊടുക്കുന്ന പോലെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഓർഡർ കൊടുത്ത പോലെയാണ് ഇദ്ദേഹത്തിന് തോന്നിയത്. unyielding belief that the war would end well for us. അദ്ദേഹം ഓഫീസർ നറേറ്ററിനെ കൺവിൻസ് ചെയ്യാണ്. അൺയീൽഡിങ് ബിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പവർഫുൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ധൈര്യം, ഒരു വിശ്വാസം എന്താണ്, വാർ നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് അവസാനിക്കും എന്നുള്ള രീതിയിൽ. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വയറ്റ് സൗണ്ട് ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിങ്. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആറ്റിക്കിൻ്റെ ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടത്. അത് പറഞ്ഞിട്ട് അദ്ദേഹം ഡോർ അടിച്ച് പോയി എന്നുള്ളതാണ്. മോണോട്ടോണസ് മീനിങ് അവിടെ ഒറ്റയ്ക്ക് വേറെ ഒരു കമ്പനിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു നമ്മുടെ നരേറ്റർ, അതാണ് മോണോട്ടോണസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ, അതായത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ആഴ്ചകളാണ് കടന്നുപോയത്. ഓക്കെ, മോണോട്ടോണസ് ആയിട്ടുള്ള വീക്സ് എന്നുള്ള മീനിങ് കൂടെ എടുക്കാം കേട്ടോ. അതായത് അദ്ദേഹം ഡള്ളായിട്ടുള്ള വീക്സ് ഒക്കെ കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ, അതായത് ഭയങ്കര വലിയ ഗൺസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫയറിങ്ങിൻ്റെ ഒച്ച കേൾക്കുന്നത് കുറഞ്ഞു വന്നു. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ്, കുറച്ചാണ് പിന്നെ കേട്ടുള്ളൂ. അതായത് യുദ്ധത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ കുറഞ്ഞു. There were days when not a single shot broke the silence. അതായത് ഒരു സിംഗിളായിട്ടുള്ള ഒച്ച പോലും, അതായത് ഷൂട്ട് ചെയ്യുന്ന ഗണ്ണിൻ്റെ ശബ്ദമൊന്നും ഇല്ലാത്ത ദിവസങ്ങൾ വരെ ഉണ്ടായി. ഒച്ച പോലും കേൾക്കാത്ത ദിവസങ്ങൾ വരെ ഉണ്ടായി. എന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ ആ ഒരു തീവ്രത നന്നായിട്ട് കുറഞ്ഞു വന്നു എന്നാണ്. സോൾജേഴ്സ് വെന്റ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്. പട്ടാളക്കാർ ഈ സ്റ്റെയർസ് കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. ഓഫൻ ബ്രിങ്ങിങ് ലാർജ് പാക്കേജസ് അപ് ടു ദ ആറ്റിക്. വലിയ പാക്കേജുകൾ ആറ്റിക്കിലേക്ക്, ഈ തട്ടുംപുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ, കുറേ പാക്കേജ് താഴേക്ക് ഇറക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ സോൾജേഴ്സ് ചെയ്യുന്നുണ്ട്. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. പക്ഷേ ഞാൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം നല്ല കൃത്യമായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നതാണ്. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ആരും ഈ ഒരു സ്ഥലം സെർച്ച് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. On 12th December, the officer came for the last time. അങ്ങനെ ഡിസംബർ 12th ഓഫീസർ ലാസ്റ്റായിട്ട് വരാണ് നരേറ്ററിനെ കാണാൻ. ഹി ബ്രോട്ട് മീ എ ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ കുറച്ച് കൂടുതൽ ബ്രെഡ് കൊണ്ടുവന്നു. എപ്പോഴും കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ബ്രെഡ് അന്നും കൊണ്ടുവന്നു. ആൻഡ് എ വാം എയ്ഡർ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കാനുള്ള ഒരു എന്താ പറയുക, കിടക്ക പോലെ, ഓക്കെ എന്നാണ് മീനിങ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എയ്ഡർ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടക്കാനായിട്ടുള്ളൊരു കിടക്ക. ഓക്കെ, സോഫ്റ്റായിട്ടുള്ള നല്ല എന്താ പറയുക, ചൂടൊക്കെ കിട്ടുന്ന ഒരു കിടക്ക. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിങ് വാർസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. എന്നിട്ട് അദ്ദേഹം പറയാണ് വാർസോ വിട്ട് പോവാണ് എന്ന് പറയാണ്. വാർസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോളണ്ടിൻ്റെ ക്യാപിറ്റലാണ് വാർസോ. ഓക്കെ, ക്യാപിറ്റൽ സിറ്റി ഓഫ് പോളണ്ട് ആണ്. അതൊരു ലാർജസ്റ്റ് സിറ്റി തന്നെയാണ് വാർസോ എന്ന് പറയുന്നത് അവിടുത്തെ. ഇനി വാർസോ വിട്ട് പോവാണ് വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിൻ്റെ കൂടെ പോവാണ്. ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലോസ് ഹാർട്ട്. ഞാൻ പ്രതീക്ഷ വിടരുത് എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക്ഡ് ആൻഷ്യസ്ലി. ആൻഷ്യസായിട്ട് അദ്ദേഹം ഒരു ആൻഷ്യസ്ലി നെർവസ് ആയിട്ട് പേടിച്ച് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ സ്ട്രീറ്റ് ഫൈറ്റിംഗ് ഒക്കെ ഓവർകം ചെയ്യുക, ഓക്കെ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ സ്ട്രീറ്റ് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഞാൻ പറയാമല്ലോ യുദ്ധം ആണ് അവിടെ ഫുള്ളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു സിറ്റിയുടെ അകത്തുണ്ടാവാൻ ചാൻസ് ഉള്ള യുദ്ധം ഒക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർനോ ഫോർ ഓവർ 5 years. നീയും ഞാനും ഇപ്പോൾ 5 വർഷമായിട്ട് ഈ ഒരു ഇൻഫെർനോ സർവൈവ് ചെയ്യുന്നുണ്ട്. ഇൻഫെർനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കര ഒരു
ഭയങ്കരമായിട്ടുള്ളൊരു ലാർജ് ആൻഡ് ഡേഞ്ചറസ് ഫയർ, അതായത് ഒരു യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥ, ഒരു നരകതുല്യമായൊരവസ്ഥ. അതാണ് 5 വർഷമായിട്ട് നമ്മൾ സർവൈവ് ചെയ്തു ഇവിടെ വരെ എത്തി. ഹി റിപ്ലൈഡ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലിവ്. അദ്ദേഹം പറയാണ്, നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളത് ദൈവം തീരുമാനിച്ചേക്കുന്ന കാര്യം തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയണം. വി ഹാഡ് ഓൾറെഡി സെറ്റ് ഗുഡ് ബൈ, ഞങ്ങൾ ഓൾറെഡി ഗുഡ് ബൈ പറഞ്ഞു. ആൻഡ് ഹി വാസ് അബൌട്ട് ടു ഗോ, അദ്ദേഹം പോകാൻ നിൽക്കുകയാണ് ഓഫീസിൽ. വെൻ ആൻ ഐഡിയ കെയിം ടു മീ അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, ആ സമയത്ത് എനിക്കൊരു ഐഡിയ വരാണ്. ഐ ഹാഡ് ലോങ് ബീൻ റാക്കിംഗ് മൈ ബ്രെയിൻസ് ഫോർ സം വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഭയങ്കര കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് അദ്ദേഹത്തിനോട് നന്ദി പറയുക, കാരണം ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നന്ദി പറയുക എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റാക്കിംഗ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആലോചിക്കുക, ടു തിങ്ക് വെരി ഹാർഡ്. ഓക്കെ, നന്നായിട്ട് ആലോചിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ അദ്ദേഹത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കും. ലിസൺ, ഐ ടു ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് ഏർജൻ്റ്ലി. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയണം, ഐ നെവർ ടോൾഡ് യു മൈ നെയിം. ഞാൻ ഓഫീസറിനോട് പറയണം, ഞാൻ നിങ്ങളോട് ഇതുവരെ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. യു ഡിഡൻറ്റ് ആസ്ക് മീ, എന്നോട് ചോദിച്ചിട്ടില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. പക്ഷേ നിങ്ങൾ എൻ്റെ പേര് ഓർത്തിരിക്കണം. ഹൂ നോസ് വാട്ട് മേ ഹാപ്പൻ, ആർക്കറിയാം എന്ത് സംഭവിക്കുന്നുള്ളത്. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം, നിങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട് വീട്ടിലേക്ക്. ഇഫ് ഐ സർവൈവ്, ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഐ വിൽ സെർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗൈൻ. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും പോളിഷ് റേഡിയോയിൽ ഇനിയും വർക്ക് ചെയ്യും. ഐ വാസ് ദെയർ ബിഫോർ ദ വാർ, ഞാൻ യുദ്ധത്തിന് മുമ്പും അവിടെ ഉണ്ടായിരുന്നു. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ റിമെമ്പർ മൈ നെയിം ഷ്പെൽമാൻ പോളിഷ് റേഡിയോ. അദ്ദേഹം പറയാണ്, എങ്ങനെയല്ലേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയാലോ, ഷ്പെൽമാൻ എന്നാണ് എൻ്റെ പേര്, പോളിഷ് റേഡിയോയിലെ ഒരാളാണ്. ഹി സ്മൈൽഡ് ഹാസ് യൂഷ്വൽ സ്മൈൽ. അദ്ദേഹം ഓഫീസറിൻ്റെ എപ്പോഴും ചിരിക്കുന്ന ചിരി, ഹാഫ് ഷൈ, ചെറിയൊരു നാണമൊക്കെ ഉണ്ട്, ആൻഡ് എംപ്രസ്ഡ്, ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൻ ഹിം പ്ലഷർ വിത്ത് മൈ നെയ്വ് വിഷ് ടു ഹെൽപ്പ് ഹിം. പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു എന്താ പറയുക, ഇന്നസെൻ്റ് ആയിട്ടുള്ള, നെയ്വ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ആഗ്രഹം പറയുകയാണ്. അദ്ദേഹത്തിന് അതൊരു സന്തോഷമായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാം അദ്ദേഹത്തെ എന്ന് പറഞ്ഞപ്പോൾ. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ. അതായത് തണുപ്പ് വരെയാണ് ഡിസംബറിൽ. ക്രിസ്മസ് വന്നു. ആൻഡ് ദെൻ ദ ന്യൂ ഇയർ ഓഫ് 1945. അതിനുശേഷം 1945 ന്യൂ ഇയർ വന്നു. ദ 6th ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഓഫ് ദ വാർ. യുദ്ധത്തിന് ശേഷമുള്ള 6ാമത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനാണ്. ആൻഡ് ദ വേഴ്സ്റ്റ് ഐ ഹാഡ് നോൺ. എനിക്ക് എൻ്റെ അറിവിലുള്ളതിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ്, ബാഡ്, ചീത്ത സെലിബ്രേഷനാണ്. ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസ്ണിംഗ് ടു ദ സ്റ്റോമി വിൻഡ്. ഞാനിങ്ങനെ ഡാർക്കിൽ കിടക്കുന്നു, കാറ്റ് കേട്ടിങ്ങനെ കിടക്കുകയാണ്. I heard the squeaking and rustling of rats and mice running back and forth in the attic. അപ്പോൾ ഈ എന്താ പറയുക, റാറ്റ്സ് ഇങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ ശബ്ദം എനിക്കിങ്ങനെ കേൾക്കാം. നെക്സ്റ്റ്, ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, എൻ്റെ പഴയ ഈ വാറിൻ്റെ സമയത്ത് ഞാനിങ്ങനെ പഴയ ക്രിസ്മസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കാണ്. വെൻറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ റിവ്യൂ ചെയ്യാണ്. ഓക്കെ, പഴയ കാര്യങ്ങളൊക്കെ. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പാരൻസ്, 2 sisters ആൻഡ് എ ബ്രദർ. ആദ്യമൊക്കെ കാര്യങ്ങൾ ഓർക്കാണ് കേട്ടോ. ആദ്യം എനിക്ക് വീടുണ്ടായിരുന്നു, പാരൻസ്, 2 sisters, ഒരു ബ്രദറൊക്കെ ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനിമോർ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീടുണ്ടായിരുന്നില്ല. ബട്ട് വി വെർ ടുഗദർ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് അലോൺ. പിന്നീട് എന്തായി, ഞാൻ ഒറ്റയ്ക്കായി. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. പക്ഷേ ചുറ്റും മറ്റുള്ള ആളുകൾ. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ. ഇപ്പോൾ ഞാൻ ഏറ്റവും ഒറ്റയ്ക്കാണ്. ഐ സപ്പോസ്ഡ് ദാൻ എനി വൺ എൽസ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ ഞാൻ എല്ലാവരേക്കാളും ഒറ്റയ്ക്കാണ്. ഈ വേൾഡിലുള്ള ആരേക്കാളും ഒറ്റപ്പെട്ടാണ് ഞാൻ. ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ, ഇഫ് ഐ വോണ്ടഡ് ടു ലിവ്. എനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നേ പറ്റൂ. ഓൺ 14 January, അൺയൂഷ്വൽ നോയ്സസ് ഇൻ ദ ബിൽഡിംഗ് ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് വോക്ക് മീ. അപ്പോൾ എന്താണ്, 14th January ഭയങ്കരമായ ഒച്ച പുറത്ത് കേൾക്കുന്നുണ്ട്. ആ ഒച്ച കേട്ടാണ് ഞാൻ എണീറ്റത്. സോൾജേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റേഴ്സ്. സോൾജേഴ്സ് സ്റ്റേഴ്സിൻ്റെ മുകളിലേക്ക് കയറുന്നു ഇറങ്ങുന്നു. ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. ഞാനിങ്ങനെ പെട്ടെന്ന് പേടിപ്പിക്കുന്ന നെർവസ് ആയിട്ടുള്ള ഒച്ചകളൊക്കെ കേൾക്കാണ്. Early in the morning of 15 January, the sound of artillery from the previously silent front was heard. കുറച്ച് നാളുകൾ ആയിട്ട് വലിയ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആർട്ടിലറി, വലിയ വലിയ തോക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാണ്.
The ground and walls of the building shook under the constant dull thunder. ഭയങ്കരമായിട്ടുള്ള ഈ ഒരു കുലുക്കം, ഓക്കെ, തണ്ടർ, ആ വെടിയൊച്ചയുടെയൊക്കെ ശബ്ദത്തിൽ ഗ്രൗണ്ടും വാൾസും ആ ബിൽഡിങ്ങിൻ്റെ വാളൊക്കെ ഇങ്ങനെ ഷുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുലുങ്ങുവാണ്. നിങ്ങൾക്കറിയാലോ, ബോംബൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ബിൽഡിങ്സ് എല്ലാം കുലുങ്ങും. 3 hours later, the heavy artillery fire died down again. അത് കഴിഞ്ഞിട്ട് 3 മണിക്കൂറിന് ശേഷം ഈ പറയുന്ന ഒച്ചയെല്ലാനും ഡൈ ഡൗൺ അഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യെ ഒച്ച എല്ലാനും മാറി വന്നു. ഡൈ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു, അതിൻ്റെ ഒരു തീവ്രത കുറയാന്നൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഒരു മീനിങ്. ഒരു ഫ്രേസൽ വെർബാണ്, അതൊന്ന് നോക്കി വെച്ചോ. ദെൻ ബട്ട് ഐ വാസ് നെർവസ് ആസ് എവർ. പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര പേടിയായി. ഐ ഡി നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ്. സ്ട്രീറ്റ് ഫൈറ്റിംഗ് ഏത് മൊമെൻറ്റിൽ വേണമെങ്കിലും തുടങ്ങും. ആൻഡ് ഐ കുഡ് ബി കിൽഡ്, ഞാൻ മരിച്ചേക്കാം. ദ നൈറ്റ് പാസ്റ്റ് പീസ്ഫുള്ളി. പക്ഷെ അന്ന് രാത്രി സമാധാനപരമായിട്ട് തന്നെയാണ് കടന്നുപോയത്. അറൌണ്ട് 1 o'clock ഐ ഹേർഡ് ദ റിമൈനിങ് ജർമൻസ് ലീവിങ് ദ ബിൽഡിംഗ്. 1 മണിയായപ്പോഴേക്കും ഞാൻ കേട്ടു ബാക്കിയുള്ള ജർമൻസും ബിൽഡിംഗ് വിട്ടു പോവാണ്. സൈലൻസ് വെൽ, ഫുൾ നിശബ്ദമായി വന്നു. I could not even hear the steps of guards outside the building. ഗാർഡ്സിൻ്റെ ഒച്ച പോലും പുറത്ത് എനിക്ക് കേൾക്കാൻ പറ്റാതെയായി. Not until the early hours of next day was the silence broken by a loud and resonant noise, the last sound I had expected. അപ്പോൾ പിറ്റേ ദിവസം വരെ ഞാൻ വേറെ ശബ്ദമൊന്നും കേട്ടില്ല. പക്ഷെ അവസാനം ഞാനൊരു ഒച്ച കേട്ടു. എന്താണ്? റെസോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസോണൻറ്റ് നോയ്സ്, ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. ഓക്കെ, റെസോണൻറ്റ് നോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഡീപ്പ് ക്ലിയർ എക്കോയിങ് സൗണ്ടാണ്. എന്താണെന്ന് നോക്കാം. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റ് അപ്പ് സംവെയർ നിയർ ബൈ വെയർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ്സ് ആൻഡ് പോളിഷ് ഓഫ് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ലിബറേഷൻ ഓഫ് വാർസോ. അങ്ങനെ അതിൽ റേഡിയോ ലൗഡ് സ്പീക്കേഴ്സിലൊക്കെ കേട്ടത് എന്താണ്? ഫുൾ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ കേൾക്കാൻ തുടങ്ങി. ജർമ്മനി ഡിഫീറ്റ് ചെയ്തു, പോളിഷ് എന്താ പറയുക, ജർമ്മനിനെ ഡിഫീറ്റ് ചെയ്തു. ഇപ്പോൾ വാർസോ വിട്ട് അവർ പോവാണ്, ജർമ്മനിക്കാർ പോവാണ്. ദ ജർമൻസ് ഹാഡ് വിഡ്രോൺ വിതൗട്ട് എ ഫൈറ്റ്. ഓക്കെ, ജർമൻസ് ഫൈറ്റ് ഇല്ലാതെ അവർ വിഡ്രോ, തിരിച്ച് പിന്മാറി പോവാണ്. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ് ഐ പ്രിപ്പയർഡ് ഫീവറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. അങ്ങനെ പെട്ടെന്ന് രാവിലെ ആവുന്നവരെ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യുവാണ്, നാളെ പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, എനിക്ക് പുറത്തേക്ക് ഇറങ്ങണമല്ലോ, ഇത്ര വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇയാൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു താല്പര്യം, ഭയങ്കര പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു യുദ്ധത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ളൊരു ആകാംക്ഷ അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസർ ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ഇദ്ദേഹത്തിന് വേണ്ടി അവിടെ ഇട്ടിട്ട് പോയിരുന്നു. ടു കീപ് മീ ഫ്രം ഫ്രീസിങ്, എനിക്ക് തണുക്കാതിരിക്കാനായിട്ട്. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ when I suddenly heard the rhythmic footsteps of guards out in the road again. അദ്ദേഹം വേഗം ആ ജർമ്മൻ ഓവർകോട്ട് ഇട്ടു. ഈ ഗാർഡ്സിൻ്റെ ഫുഡ് സ്റ്റെപ്സ് പിന്നെ കേട്ടു പുറത്ത്. അങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹം വേഗം അത് ഇട്ടു. ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിഡ്രോൺ ദെൻ? അപ്പോൾ എന്താണ് ഇനി ഇവിടെ സോവിയറ്റും പോളിഷ് ട്രൂപ്സും വിഡ്രോൺ ചെയ്തോ? എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ വിചാരിക്കുകയാണ് അദ്ദേഹം. I sank on my mattress, utterly dejected, and lay there until something new came to my ears. അദ്ദേഹം അവിടെ കിടക്കാണ്. ഓക്കെ, എന്തെങ്കിലും പുതിയ കാര്യം കേൾക്കുന്നവരെ അദ്ദേഹം അവിടെ കിടക്കാണ്. The voices of women and children. At all costs I had to get information. കുട്ടികളുടെയും വിമൻ്റെ ഒച്ച കേൾക്കാം, എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയേ പറ്റൂ. I ran downstairs, put my head out of the front door and looked out. ഞാൻ അങ്ങനെ ഓടി പുറത്തേക്ക് ചെന്നു, എൻ്റെ തല പുറത്തേക്ക് ഇട്ടു, ഫ്രണ്ട് ഡോറിലൂടെ ഇട്ട് നോക്കി പുറത്തേക്ക്. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. ഒരു ഗ്രേ, അതേപോലെ നല്ല മഞ്ഞുള്ളൊരു രാവിലെ മോർണിംഗ് ആണ്. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ എവേ, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ അധികം ദൂരത്തേക്കല്ലാതെ, ദൂരമില്ലാണ്ട്, സ്റ്റുഡ് എ വുമൻ സോൾജിയർ ഇൻ എ യൂണിഫോം. ഒരു വുമൻ സോൾജിയർ ഉണ്ടായിരുന്നു, യൂണിഫോമിലായിരുന്നു. ദറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ദിസ് ഡിസ്റ്റൻസ്. അത് പക്ഷേ മനസ്സിലാക്കാൻ ശരി ഡിഫിക്കൽട്ടായിരുന്നു വുമൺ, യൂണിഫോമിൽ നിൽക്കുന്ന വുമനെ. എ വുമൻ with a bundle on her back was approaching from my right. ഒരു വുമൺ ബാക്കിൽ ബണ്ടിൽ എന്തോ ഉണ്ട്, അവരിങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വരണ്ടായിരുന്നു. വെൻ ഷീ കെയിം ക്ലോസർ ഐ വെഞ്ചർ ടു സ്പീക്ക് ടു ഹെർ. അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി, ഇങ്ങനെ പറയാൻ പോവാണ്.
ഹലോ എക്സ്ക്യൂസ് മീ, ഹലോ എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ് ബെക്കനിങ് ഹെർ ഓവർ. അവരിങ്ങനെ അടുത്തേക്ക് വരാൻ വേണ്ടി വിളിക്കുകയാണ്, പയ്യെ പറയണം. ഹലോ എക്സ്ക്യൂസ് മീ. ഷീ സ്റ്റേഡ് അറ്റ് മീ, ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രിക്ക് ഓഫ് എ ജർമൻ. അവർ പെട്ടെന്ന് നോക്കി, അവരുടെ കയ്യിലുണ്ടായിരുന്ന ബണ്ടിൽ താഴേക്ക് ഇട്ടിട്ട് എന്താ പറയുക, ഒച്ചവെളി പറയണേ, എ ജർമൻ. Immediately the guard turned, saw me, aimed and fired her machine pistol. അപ്പം തന്നെ അപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു ഗാർഡ് ഉണ്ടല്ലോ, പുള്ളിക്കാരി ഇയാളെ നോക്കി എയിം ചെയ്തു. ഒരു മെഷീൻ പിസ്റ്റൾ അവർ ഫയർ ചെയ്യാണ്. ഫയർ ചെയ്തപ്പോൾ ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ. ബുള്ളറ്റ്സ് എവിടെയാണ്? വാളിലാണ് ഹിറ്റ് ചെയ്തത്. ആൻഡ് വിതൗട്ട് തിങ്കിങ് ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയർസ് ആൻഡ് ടുക്ക് റെഫ്യൂജ് ഇൻ ദ ആറ്റിക്. പിന്നെ ഇയാളൊന്നും ആലോചിച്ചില്ല, നറേറ്റർ വേഗം ഓടി സ്റ്റെയർസിൽ കയറി ആറ്റിക്കിൽ ഒരു അഭയം തേടി. Looking out of my little window a few minutes later, I saw that the whole building was surrounded. ലിറ്റിൽ വിൻഡോയിലൂടെ, ചെറിയൊരു ജനലിൽ കൂടെ അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താണ്? ബിൽഡിംഗ് ഫുള്ളും ചുറ്റും നിൽക്കുകയാണ്. ഐ ഹേർഡ് സോൾജേഴ്സ് കോളിംഗ് ടു ഈച്ച് അതർ. സോൾജേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ദ സൗണ്ട് ഓഫ് ഷോട്ട്സ് ആൻഡ് എക്സ്പ്ലോഡിംഗ് ഹാൻഡ് ഗ്രനേഡ്സ്. ഹാൻഡ് ഗ്രനേഡ്സിൻ്റെ ശബ്ദം കേൾക്കാം, കുറേ വെടിയൊച്ചകൾ കേൾക്കാം. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സർഡ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസോ. യുദ്ധമെല്ലാം കഴിഞ്ഞ് അവസാനിച്ച് ഫ്രീഡം കിട്ടിയിരിക്കുന്ന വാർസോയിൽ എന്നെ പോളിഷ് സോൾജേഴ്സ് വെടിവെച്ച് കൊല്ലാൻ പോണു. ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം. അതായത് നമുക്കിവിടെ എന്താണ് ഇവരുടെ അവസ്ഥ? ഫ്രീഡം കിട്ടിയേക്കാണ്, പക്ഷേ പോളിഷ് സോൾജേഴ്സ് ഇദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫ്രീഡം കിട്ടിയതിൻ്റെ അറ്റത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും നാൾ ഇദ്ദേഹം സർവൈവ് ചെയ്ത അവസാനത്തെ സമയത്താണ് കേട്ടോ. Feverishly, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding. അദ്ദേഹം വിചാരിക്കുകയാണ്, എങ്ങനെ അദ്ദേഹത്തിന് അവരെയൊക്കെ ഞാൻ മനസ്സിലാക്കും? ഇനി ഞാൻ ജർമ്മൻ ആണെന്ന് ഇവരെല്ലാവരും വിചാരിക്കില്ലേ? ഞാൻ പോളിഷ് ആണെന്ന് ഇവരെ മനസ്സിലാക്കും. ഐ ബിഗൻ കമ്മിങ് ഡൗൺ ദ സ്റ്റേഴ്സ്. അദ്ദേഹം സ്റ്റേഴ്സിന് താഴേക്ക് വന്നു. ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്. അദ്ദേഹത്തിന് പറ്റുന്ന പോലെ ഒച്ചയിൽ ഷൗട്ട് ചെയ്തു, ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്. എന്നെ വെടിവെക്കരുത്, ഞാൻ പോളിഷാണ്. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ക്ലൈംബിങ് ദ സ്റ്റേഴ്സ്. പെട്ടെന്ന് സ്റ്റേഴ്സ് ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒച്ച കേട്ടു. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം. ഒരു യങ് ഓഫീസർ പോളിഷ് യൂണിഫോമിൽ വന്നു. വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ് കെയിം ഇൻ ടു വ്യൂ. ക്യാപ്പിൽ ഈഗിളൊക്കെ ഉള്ള ഒരു പോളിഷ് ഓഫീസർ. ഹി പോയിന്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ് ഹാൻഡ്സ് അപ്പ്. ഒരു പിസ്റ്റൾ അദ്ദേഹത്തിൻ്റെ നേരെ കാണിച്ചിട്ട് ഷൗട്ട് ചെയ്തു, ഹാൻഡ്സ് അപ്പ്. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ്. അദ്ദേഹം ഒച്ചയിൽ കരയാണ്, ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്. ഞാൻ പോളിഷ്കാരൻ തന്നെയാണ്. ഓക്കെ, ഞാൻ പോളിഷ് തന്നെയാണ്. എന്നെ എന്താ എന്നെ കൊല്ലരുത്, ഷൂട്ട് ചെയ്യരുത്. ദ ലെഫ്റ്റനൻറ്റ് വെൻറ്റ് റെഡ് വിത്ത് ഫ്യൂരി. അപ്പോൾ ആ ലെഫ്റ്റനൻറ്റ്, അവിടെ ഉണ്ടായിരുന്ന ഷൂട്ട് ചെയ്യാൻ പോണ ആ സാറിന്, ആ ലെഫ്റ്റനൻറ്റിന് ദേഷ്യം വന്ന് ചുമന്നു, മുഖമൊക്കെ റെഡായി. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ? എന്നിട്ട് എന്താ നിങ്ങൾ പുറത്തേക്ക് പറയുന്നത്? ഹി റോഡ്, ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോർട്ട്? നിങ്ങളൊരു ജർമ്മൻ കോർട്ടിൽ നരിച്ചുകൊണ്ട് എന്താ ചെയ്യണേ? ഓൺലി വെൻ ദ സോൾജേഴ്സ് ഹാഡ് ടേക്കൻ എ ക്ലോസർ ലുക്ക് അറ്റ് മീ ആൻഡ് റിവ്യൂ ദ സിറ്റുവേഷൻ ഡിഡ് ദേ റിയലി ബിലീവ് ഐ വാസ് നോട്ട് ജർമ്മൻ. അങ്ങനെ ശരിക്കും ആ ഒരു സോൾജേഴ്സ് ഇദ്ദേഹത്തിനെ ഒന്ന് ശരിക്കും നോക്കി ഒരു സിറ്റുവേഷൻ റിവ്യൂ ചെയ്തു. അവർ വിശ്വസിച്ചോ ആവും ഞാൻ ജർമ്മൻ അല്ല എന്നുള്ള കാര്യം. ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് മീ ടു ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് സോ ദാറ്റ് ഐ കുഡ് വാഷ് ആൻഡ് ഹാവ് എ മീൽ. അങ്ങനെ അവർ തീരുമാനിച്ചു എന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകാം. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒന്ന് കുളിക്കാം, എന്നിട്ട് ഐ കുഡ് വാഷ്, അതായത് എനിക്കൊക്കെ വാഷ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാം. അദ്ദേഹം ഭയങ്കര ഡേർട്ടി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലീൻ ആവാം മൊത്തത്തിൽ എന്നൊക്കെ വിചാരിക്കണം. ആഫ്റ്റർ 2 weeks വെൽ കെയർഡ് ഫോർ ദ മിലിറ്ററി. 2 weeksന് ശേഷം മിലിറ്ററി ഇദ്ദേഹത്തെ നന്നായി കെയർ ചെയ്തു. ഐ വാക്ക്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് വാർസോ വിതൗട്ട് ഫിയർ. അദ്ദേഹം വാർസോയിലെ സ്ട്രീറ്റ്സിലൂടെ പേടിക്കാതെ നടന്നു. എ ഫ്രീ മാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 6 years. 6 വർഷത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഫ്രീ ആയിട്ട് നടന്നു, പേടിയില്ലാതെ. ഐ ലുക്ക്ഡ് ഓവർ ടു ദ നോർത്ത് ഓഫ് ദ സിറ്റി. അദ്ദേഹം സിറ്റിയുടെ നോർത്തിലേക്ക് നോക്കി. വെർ ദ ഗെറ്റോ ഹാഡ് ബീൻ. ഗെറ്റോ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക്. വെയർ 500,000 Jews had been murdered. There was nothing left of it. അതായത് 500,000 Jews കൊല്ലപ്പെട്ടത്. അവിടെ ഒന്നും അവിടെയില്ല. ടുമോറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്. നാളെ മുതൽ എനിക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. ഒന്നുമില്ല, എൻ്റെ പുറകിൽ മരണമുണ്ട്. ഐ വെൻറ്റ് ഓൺ മൈ വേ. ഞാൻ എൻ്റെ വഴിയിലൂടെ പോയി.
അഡാപ്റ്റഡ് ഫ്രം ദി പിയാനിസ്റ്റ്. ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന വർക്കിലെ ഒരു പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിം ഹോസൻഫെറ്റ്, ദ സോൾജിയർ ഹു സേവ്ഡ് സ്പിൽമാനെ സേവ് ചെയ്ത് ആ ഒരു സോൾജിയർ ഉണ്ടല്ലോ, ഓൾസോ സേവ്ഡ് മെനി അതർ ഇൻഡിവിജ്വൽസ്, ഒരുപാട് പേരെ അദ്ദേഹം സേവ് ചെയ്തിരുന്നു. ഹി വാസ് ക്യാപ്ചർഡ് ബൈ ദ റെഡ് ആർമി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വാർ. വാറിൻ്റെ അവസാനം അദ്ദേഹത്തെ റെഡ് ആർമി ക്യാപ്ചർ ചെയ്തു. ഹി കുഡ് നോട്ട് കോൺടാക്ട് സ്പിൽമാനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഡൈഡ് ഇൻ എ സോവിയറ്റ് പ്രിസൺ ഇൻ 1952 അദ്ദേഹം മരിച്ചു. സോ ഈ വർക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞു. പോളിഷ് പിയാനിസ്റ്റാണ്, കമ്പോസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോയറാണ്, അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് മെമ്മറീസ് ഒക്കെ എഴുതിയേക്കുന്ന വർക്കാണ് ദ പിയാനിസ്റ്റ്. 1946 പബ്ലിഷ് ചെയ്തൊരു വർക്കാണ്. അതിലൊരു ഭാഗമാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു വർക്ക്. സോ ഇത്രയേ ഉള്ളൂ സ്റ്റോറി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.